മാതൃഭൂമി സർവേ പുറത്തുവിട്ട ആ നിർണായകമായ 35 സീറ്റുകൾ അവിടെ വിജയി പ്രവചിക്കാൻ പോലും രാഷ്ട്രീയ നിരീക്ഷകർക്ക് കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇത് വെറും ഒരു വോട്ട് വിഹിതത്തിന്റെ കണക്കല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ്. അതുകൊണ്ട് ആ രഹസ്യ നീക്കങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ മാറി മറിയുകയാണ്. മാതൃഭൂമി സർവേ പ്രകാരം 35ഓളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം മുറുകും എന്നാണ് പറയുന്നത്. അതായത് BJP പിടിക്കുന്ന ഓരോ വോട്ടും പരമ്പരാഗത മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നു എന്ന്. ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്ന ഈ പ്രവചനം. BJP കേവലം വോട്ട് വർദ്ധിപ്പിക്കുക മാത്രമല്ല, സീറ്റുകൾ ജയിക്കാൻ ശേഷിയുള്ള ഒരു വമ്പൻ ശക്തിയായി മാറിയിരിക്കുന്നു അത്രേ. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങളും കേന്ദ്രമന്ത്രിമാരുടെ സജീവമായ ഇടപെടലുകളും കേരളത്തിലെ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വികസിത് ഭാരത് എന്ന സ്വപ്നം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാക്കിയ ചലനം ഇപ്പോൾ കേരളത്തിലെ താഴെ തട്ടിലും ദൃശ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള ഇടങ്ങളിൽ അവിടെ കണ്ട ആ വിജയം BJPക്ക് താഴെ തട്ടിൽ ശക്തമായൊരു വോട്ട് ബാങ്ക് ഉണ്ടെന്നത് എന്നതിന്റെ തെളിവാണ്. പല മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന ചിന്ത വോട്ടർമാർക്കിടയിൽ ശക്തമാകുന്നു. ഇടതും വലതും രണ്ടല്ല ഒന്നാണ് എന്ന വികാരം ജനങ്ങളിൽ വളരുന്നത് BJPക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നു. ഇന്ത്യയിലുടനീളം കോൺഗ്രസ് നേരിടുന്ന തകർച്ചയും BJPയുടെ ദേശീയ തലത്തിലുള്ള കരുത്തും ഈ മാറ്റത്തിന് വേഗതയും കൂട്ടുന്നു. ഇന്ത്യയുടെ വികസന കുതിപ്പിൽ കേരളവും ഭാഗമാകണമെന്ന ചിന്താഗതി യുവതലമുറയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾക്ക് കാരണമായേക്കാം. കേരളം ഇനി പഴയതുപോലെ ആയിരിക്കില്ല. പലയിടത്തും LDFും UDFും പരസ്പര ധാരണയോടെ നീങ്ങുമ്പോൾ വോട്ടർമാർക്ക് മുന്നിൽ തെളിയുന്ന ആ മൂന്നാം വഴി എത്രത്തോളം വിജയകരമായിരിക്കും? 35 സീറ്റുകളിലെ ആ പ്രവചനാതീത സാഹചര്യം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?